കേരളത്തിന്റെ കിഴക്കൻ മലനിരകളുടെ ഹൃദയതാളം മാറ്റിക്കുറിക്കാൻ പോകുന്ന ഒരു വികസന സ്വപ്നത്തിന് കാൽ നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് ശേഷം പുതിയ ജീവൻ വച്ചിരിക്കുകയാണ്. അങ്കമാലി മുതൽ എരുമേലി വരെയുള്ള ശബരി റെയിൽപാത എന്ന ആശയത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും പലവിധ കാരണങ്ങളാൽ പാതി വഴിയിൽ മുടങ്ങിപ്പോയ ഈ പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. പദ്ധതിയുടെ ആകെ ചെലവിൻ്റെ പകുതി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചതോടെയാണ് കേരളത്തിൻ്റെ ഗതാഗത ഭൂപടത്തിൽ ഒരു വലിയ വിപ്ലവത്തിന് വഴി തുറന്നിരിക്കുന്നത്. 1900 കോടി രൂപ ഈ പദ്ധതിക്കായി അനുവദിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം ഒരു സാമ്പത്തിക സഹായം എന്നതിനേക്കാൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈകോർക്കുന്ന വികസന മാതൃകയുടെ പുതിയ അധ്യായം കൂടിയാണ്. റെയിൽവേയുടെ വികസനത്തിനായി ഒരു സംസ്ഥാന സർക്കാർ ഇത്രയധികം തുക നിക്ഷേപിക്കുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒന്നാണെന്ന് ഈ പദ്ധതിയുടെ പ്രാധാന്യം വിളിച്ചോതുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1997-98 റെയിൽവേ ബജറ്റിലാണ് അങ്കമാലി ശബരി പാത ആദ്യമായി വിഭാവനം ചെയ്യപ്പെടുന്നത്. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതമായ ഒരു യാത്രാമാർഗം ഒരുക്കുക എന്നതായിരുന്നു പ്രാഥമിക ലക്ഷ്യമെങ്കിലും കാലക്രമേണ ഇത് മധ്യ കേരളത്തിലെയും മലയോര മേഖലകളിലെയും വികസനത്തിൻ്റെ നട്ടെല്ലായി മാറേണ്ട പദ്ധതിയാണെന്ന് ഏവരും തിരിച്ചറിഞ്ഞു. എന്നാൽ ഭൂമി ഏറ്റെടുക്കുന്നതിലെ പ്രതിസന്ധികളും ഫണ്ടിൻ്റെ അപര്യാപ്തതയും കാരണം 1 കിലോമീറ്ററിലധികം ദൂരമുള്ള പെരിയാർ പാലവും കാലടി വരെയുള്ള ചുരുക്കം ചില നിർമ്മാണങ്ങളിലും ഒഴികെ മറ്റൊന്നും കാര്യമായി മുന്നോട്ട് പോയില്ല. വർഷങ്ങളോളം തുരുമ്പിച്ച റെയിൽ പാളങ്ങളും പാതി വഴിയിൽ മുടങ്ങിയ സർവേ കല്ലുകളും മലയോര ജനതയുടെ നിരാശയുടെ പ്രതീകങ്ങളായി അങ്ങനെ മാറുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ തടസ്സങ്ങളെല്ലാം നീങ്ങി പദ്ധതിക്ക് പുനർജീവൻ ലഭിക്കുമ്പോൾ അത് ലക്ഷക്കണക്കിന് വരുന്ന തീർത്ഥാടകർക്ക് മാത്രമല്ല, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ സാധാരണക്കാർക്കും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. പദ്ധതിയുടെ തുടക്കമായ അങ്കമാലിയിൽ നിന്ന് ആരംഭിക്കുന്ന ഈ റെയിൽപാത കേവലം ഒരു ഗതാഗത സംവിധാനം മാത്രമല്ല, മറിച്ച് വിവിധ ഗതാഗത മാർഗങ്ങളുടെ ഒരു സംഗമ സ്ഥാനമായി മാറും. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന് തൊട്ടടുത്തുള്ള അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ ശബരി പാതയുടെ കൂടി ഭാഗമാകുന്നതോടെ വിദേശത്തു നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന സഞ്ചാരികൾക്കും തീർത്ഥാടകർക്കും ഒരുപോലെ ഉപകാരപ്പെടും. നിലവിൽ ദേശീയപാത 66 MC റോഡും കടന്നുപോകുന്ന അങ്കമാലിയുടെ വാണിജ്യ പ്രാധാന്യം ഈ പാത വരുന്നതോടെ ഇരട്ടിയാകും. അങ്കമാലിയിൽ നിന്ന് കാലടിയിലേക്കുള്ള 7 കിലോമീറ്റർ ദൂരം ഇതിനകം തന്നെ പാത പൂർത്തിയായ നിലയിലാണ്. അദ്വൈത ചിന്തയുടെ കേന്ദ്രമായ കാലടിയെ റെയിൽവേ ഭൂപടത്തിൽ എത്തിക്കുന്നത് സാംസ്കാരികവും വിനോദസഞ്ചാരപരവുമായ വലിയ നേട്ടമാണ്. ശങ്കരാചാര്യരുടെ ജന്മഭൂമി സന്ദർശിക്കാനെത്തുന്നവർക്കും സംസ്കൃത സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്കും ഈ പാത വലിയ അനുഗ്രഹമാകും. യാത്ര തുടർന്ന് പെരുമ്പാവൂരിലെത്തുമ്പോൾ ഈ പാതയുടെ മറ്റൊരു മുഖം തെളിയുന്നു. കേരളത്തിൻ്റെ വ്യവസായ നഗരങ്ങളിൽ ഒന്നായ പെരുമ്പാവൂർ പ്ലൈവുഡ് വ്യവസായത്തിന് പേരുകേട്ട ഇടമാണ്. ആയിരക്കണക്കിന് അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഈ മേഖലയിലേക്ക് ചരക്ക് നീക്കവും യാത്രാ സൗകര്യവും എളുപ്പമാക്കാൻ റെയിൽപാത സഹായിക്കും. വ്യവസായ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ ചെലവിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ റെയിൽവേയോളം മികച്ച മറ്റൊരു മാർഗമില്ല എന്നതാണ് സത്യം. പെരുമ്പാവൂരിൽ നിന്ന് ഓടക്കാരിയിലേക്കും അവിടെ നിന്ന് കോതമംഗലത്തേക്കും എത്തുമ്പോൾ റെയിൽപാത കേരളത്തിൻ്റെ വനസൗന്ദര്യത്തിലേക്കും ഹൈറേഞ്ചിൻ്റെ കവാടത്തിലേക്കും പ്രവേശിക്കുകയാണ്. തട്ടേക്കാട് പക്ഷിസങ്കേതം, ഭൂതത്താൻകെട്ട് തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എളുപ്പത്തിലെത്താൻ വിനോദസഞ്ചാരികൾക്ക് ഈ പാത വഴിയൊരുക്കും. നേര്യമംഗലം വഴിയുള്ള മൂന്നാർ യാത്രയ്ക്ക് റെയിൽവേ ഒരു വലിയ ആശ്രയമായി മാറും എന്നതിൽ തർക്കമില്ല. മൂവാറ്റുപുഴയിലേക്കും വാഴക്കുളത്തേക്കും പാത എത്തുന്നതോടെ കൃഷിയും വാണിജ്യവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. മൂവാറ്റുപുഴ ഒരു പ്രധാന ഗതാഗത ഹബ്ബായി മാറാൻ ഈ പാത സഹായിക്കും. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലേക്കുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ തേനി ഹൈവേയുമായുള്ള റെയിൽവേയുടെ ബന്ധം അന്തർ സംസ്ഥാന ചരക്ക് നീക്കത്തിൽ വിപ്ലവം സൃഷ്ടിക്കും. വാഴക്കുളത്തെ പൈനാപ്പിൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ പാത അവരുടെ ജീവനാഡിയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പൈനാപ്പിൾ മാർക്കറ്റുകളിലൊന്നായ വാഴക്കുളത്ത് നിന്ന് ഉത്തരേന്ത്യൻ നഗരങ്ങളിലേക്ക് അതിവേഗം പൈനാപ്പിൾ എത്തിക്കാൻ റെയിൽവേ സഹായിക്കുന്നതോടെ കർഷകർക്ക് മികച്ച വില ലഭിക്കാനുള്ള സാഹചര്യവും ഒരുങ്ങും. പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രവും സംസ്കരണശാലകളും ഈ വികസനത്തിൻ്റെ ഗുണഭോക്താക്കളാകുകയും ചെയ്യും. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി ഒരു ചരിത്ര നിയോഗമാണ്. ജില്ലയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ എന്ന ബഹുമതി തൊടുപുഴയ്ക്ക് സ്വന്തമാകും. ടൂറിസം മേഖലയ്ക്ക് ഇത് നൽകുന്ന കരുത്ത് ചെറുതൊന്നുമല്ല. വാഗമൺ, തേക്കടി, മൂന്നാർ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തൊടുപുഴ റെയിൽവേ സ്റ്റേഷൻ ഒരു മികച്ച ആശ്രയമാകും. കൂടാതെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ലോകവിപണിയിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്ന ഏലവും കുരുമുളകുമെല്ലാം തൊടുപുഴ വഴി റെയിൽ മാർഗം നീക്കം ചെയ്യാൻ സാധിക്കും. പുല്ലുമേട് കാനനപാത വഴി ശബരിമലയ്ക്ക് പോകുന്ന ഭക്തർക്കും തൊടുപുഴ ഒരു പ്രധാന ഇടത്താവളമാകും. ഇടുക്കിയുടെയും കോട്ടയത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന കരിങ്കുന്നം സ്റ്റേഷൻ റബ്ബർ കർഷകർക്കും അനുബന്ധ വ്യവസായങ്ങൾക്കും പുതിയ വിപണികൾ തുറന്നു നൽകും. കോട്ടയം ജില്ലയിലെ ആദ്യ സ്റ്റേഷനായ രാമപുരവും തുടർന്ന് വരുന്ന ഭരണജ്ഞാനവും മതസൗഹാർദ്ദത്തിൻ്റെയും തീർത്ഥാടനത്തിൻ്റെയും പുതിയ പാതകളാണ്.
വിശുദ്ധ അൽഫോൺസാമയുടെ പുണ്യഭൂമിയായ ഭരണങ്ങാനത്തേക്ക് 10,000-കണക്കിന് വിശ്വാസികളാണ് ഓരോ വർഷവും എത്തുന്നത്. അവർക്ക് ഈ പാത വലിയൊരു ആശ്വാസമാകും. ഈരാറ്റുപേട്ടയ്ക്കടുത്തുള്ള ചെമ്മലമറ്റവും മലയോര മേഖലയുടെ വികസനത്തിന് ആക്കം കൂട്ടുന്ന കാഞ്ഞിരപ്പള്ളി റോഡ് സ്റ്റേഷനും പാതയിലെ പ്രധാന കണ്ണികളാണ്. കുട്ടിക്കാനം, പീരുമേട് തുടങ്ങിയ മലയോര ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് ഈ സ്റ്റേഷനുകൾ വഴി എളുപ്പത്തിൽ എത്താൻ സാധിക്കും. സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിന് പ്രസിദ്ധമായ കാഞ്ഞിരപ്പള്ളി മേഖലയുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്താൻ ഈ ഗതാഗത സൗകര്യം അനിവാര്യമാണ്. ഒടുവിൽ പാത എരുമേലിയിലെത്തുമ്പോൾ ഒരു വലിയ ദൗത്യത്തിൻ്റെ സാഫല്യമാണ് അവിടെ കാണുന്നത്. ശബരിമല തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമായ എരുമേലിയിൽ റെയിൽവേ പാത എത്തുന്നതോടെ പമ്പയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറയും. തീർത്ഥാടന കാലത്തെ വൻ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ ഇത് പരിഹാരമാകുകയും ചെയ്യും. എരുമേലിയിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ശബരിമല വിമാനത്താവളം കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ റെയിൽ, റോഡ്, വായു മാർഗങ്ങൾ സംഗമിക്കുന്ന ഒരു വലിയ തീർത്ഥാടന ഹബ്ബായി എരുമേലി മാറും. പേട്ടതുള്ളി അയ്യപ്പ ദർശനത്തിന് പോകുന്ന ഭക്തർക്ക് ലോകോത്തര നിലവാരത്തിലുള്ള യാത്രാ സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും. എങ്കിലും ഈ സ്വപ്നങ്ങൾക്കെല്ലാം മുന്നിൽ ചില വെല്ലുവിളികൾ കൂടി ബാക്കിയുണ്ട്. സർവേ നടപടികൾ പൂർത്തിയാക്കി ഭൂമി ഏറ്റെടുക്കുക എന്നത് ദീർഘമേറിയ പ്രക്രിയയാണ്. പലയിടങ്ങളിലും പഴയ അതിർത്തിക്കല്ലുകൾ കാണാമെങ്കിലും നിയമപരമായ പല കടമ്പകളും ഇനിയും കടക്കാനുണ്ട്. പരിസ്ഥിതി ലോല മേഖലയായ മലയോര മേഖലയിലൂടെ പാത കടന്നു പോകുമ്പോൾ പ്രകൃതിക്ക് പോറലേൽക്കാത്ത രീതിയിലുള്ള നിർമ്മാണം ഉറപ്പാക്കേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാർ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വേഗത്തിലുള്ള നടപടികളാണ് ഇനി വേണ്ടത്. ജനങ്ങളുടെ സഹകരണവും സർക്കാരിൻ്റെ ഇച്ഛാശക്തിയും ഒന്നിച്ചാൽ വരും വർഷങ്ങളിൽ കേരളത്തിൻ്റെ കിഴക്കൻ മലയോരങ്ങളിൽ ട്രെയിനിൻ്റെ ചൂളം വിളി മുഴങ്ങുന്നത് നമുക്ക് കേൾക്കാനാകും. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ശബരി റെയിൽപാത കേവലം ഒരു പാതയല്ല, മറിച്ച് മലയോര ജനതയുടെ ഉയർച്ചയ്ക്കുള്ള ഒരു പുതിയ വഴികാട്ടിയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.